ഫ്രണ്ട്സ്, വെൽക്കം ടു അസൂസ് കിച്ചൺ. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസിയും വളരെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇടിയപ്പം, പത്തിരി, ചപ്പാത്തി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി എഗ് റോസ്റ്റാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് സ്പൈസി ആയിരിക്കും, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മീഡിയം സൈസ് സവാള 2 എണ്ണം, 3 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഗരം മസാല പൗഡർ 1/4 ടീസ്പൂൺ, ഇഞ്ചി ഒരു വലിയ കഷ്ണം, വലുതാണെങ്കിൽ ഒരു കഷ്ണം, 2 ചെറിയ കഷ്ണം ഞാനിവിടെ എടുത്തിട്ടുള്ളത്, വെളുത്തുള്ളി 5-6 അല്ലി, ഒരു കുറച്ച് പഞ്ചസാര, ഉപ്പ്. പിന്നെ വേണ്ടത് നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കാനുള്ള ഐറ്റം. ഈ അരപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് 3 ചേർത്തിട്ട് ഒരു ബൗളിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അരപ്പ് പോലെ തയ്യാർ ചെയ്തതാണ് ഇത്. ഓക്കെ, ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കത്തിച്ചു. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സവാള കട്ട് ചെയ്തത്, നീളത്തിൽ കട്ട് ചെയ്തത്, പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം നമ്മൾ ചേർക്കുന്നത്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സവാള ഇടുക. സവാള നന്നായി വയ്ക്കുക. സവാള വഴന്നുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചസാര ചേർക്കുക. നന്നായി വഴറ്റുക. വഴന്നു വരുമ്പോൾ പച്ചമുളക് ചേർക്കുക. പച്ചമുളക് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ചേർക്കുക. ഇനി നന്നായി വഴറ്റുക. വഴന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. സവാള വഴന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഗരം മസാല പൗഡർ ചേർത്ത് ഇതാ ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി അരപ്പ് ഇതിലോട്ട് ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇപ്പം നമുക്ക് പാകത്തിന് ഉപ്പും ചേർക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഇനി അരപ്പ് പച്ചച്ചോയം മാറുന്നത് വരെ നന്നായി വഴറ്റുക. അരപ്പ് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക. ഉപ്പ് പാകം ആക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഇനി മൂടി വെച്ചിട്ട് ഇത് തിളച്ച് സവാള ഒന്ന് വെന്ത് വരണം. അപ്പോൾ സവാള നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇനി ഇങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കോഴിമുട്ട ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട്, ഇളക്കരുത്, ഇളക്കാതെ അതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കുക.
എന്നിട്ട് ഒന്ന് സിമ്മിലാക്കിയിട്ട് താഴ്ത്തി അടച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട റോസ്റ്റ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ രുചികരമായ സ്പൈസി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്പൈസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി കുറച്ചിട്ട് മല്ലിപ്പൊടി കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇടിയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു എഗ് റോസ്റ്റാണ്. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Azu's Kitchen. Please don't forget to subscribe.